ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. 9 മണിക്ക് എണീറ്റിട്ട് നമ്മൾ പിന്നെയും കിടന്നുറങ്ങി. ഒരു 11 ഇന്നലെ രാത്രി നമ്മളൊരു മൂവിയെ കണ്ടിട്ട് വന്ന് കിടന്നുറങ്ങി. കഞ്ഞി പൈപ്പൊക്കെ ഇരിക്കുന്നു. എന്തുവാടാ കിടന്നുറങ്ങാം? മറ്റുള്ളവനും ഉറക്കത്തില്ലല്ലേ? എത്ര മണിക്ക്? ഏട്ടന്റെ മാലയെ കണ്ടോണ്ടങ്ങ് വന്ന് ഞാൻ പിന്നെ പിടിച്ചിങ്ങി വെച്ച്. ഈ വെളുപ്പാങ്കാലത്ത് ഒരു ഉറക്കം അടിച്ചിട്ട് നല്ലോണം കിടന്ന് ഉറങ്ങുന്നത് അതിന് ഈ ചെറുക്ക് സമ്മതിക്കത്തില്ല. ഇവ 8 മണിക്ക് രാവിലെ എണീക്കും. ഇവിടുന്ന് നമ്മുടെ ശീലമല്ല കേട്ടോ അവന്. തിയേറ്ററിൽ വെച്ച് ഉറങ്ങി. ശരിയാക്കും. എനിക്ക് സമാനമായിട്ട് ഉറങ്ങണം. ഞാൻ ഇനി മേലെങ്ങാനും പോയി ഉറങ്ങാൻ പോവാ. എവിടെ പൊക്കോളെ ഞങ്ങള് കെട്ടിപ്പിടിച്ചില്ല കൊടുക്കുന്നേ. അച്ഛൻ എവിടെ വെക്കും? ഇന്നലെ നമ്മളൊരു സിനിമ കണ്ടേ. കുറെ നാളായി എല്ലാപ്പോഴും ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ കോമഡി. ഒരു റൊമാൻറ്റിക് മൂവി കണ്ടിട്ട് കുറെ നാള്. സത്യം പറഞ്ഞാൽ നമ്മളെ മലയാളത്തിൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ ഒരു ലെവലിലുള്ള നമ്മളെ സത്യമറയത്തോ അല്ലെങ്കിൽ ഹൃദയോ അങ്ങനത്തെ ഒരു ഫുള്ളി റൊമാൻറ്റിക് ആയിട്ടുള്ള മൂവി ഒന്നും ഇറങ്ങുന്നില്ല. പിന്നെ അത് ഇറങ്ങുമ്പോൾ ആൾക്കാർ പറയും പൈങ്കിളി എന്ന് പറയും. മേ ബി അതുകൊണ്ടായിരിക്കാം ഇപ്പോഴത്തെ അങ്ങനത്തെ പടമൊന്നും ഇറങ്ങാത്ത. പക്ഷെ ഇന്നലെ നമ്മള് ഒരു ഹിന്ദി പടം കണ്ടു, സയ്യാറ അല്ലേ? അടിപൊളി പടമാണ്. എന്നാ ആ പടത്തിലെ കഥകളൊന്നും വലിയ പുതുമയുള്ള കഥകളൊന്നും അല്ല. ഹിന്ദി പടത്തിൽ കണ്ട് വരുന്ന കഥകളൊക്കെ തന്നെയാണ്. പക്ഷെ എന്താ അവര് തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കര രസമുണ്ട്. എല്ലാവരുടെ ആക്ടിങ്, പ്രത്യേകിച്ച് നടനും നടിയും അടിപൊളിയായിട്ടുണ്ട്. അവരെ കാണാൻ ഒന്നുമില്ല, വേണ്ട, അവരെങ്ങനെ കണ്ടുകൊണ്ടിരുന്നാ മതി, വേണ്ട. അല്ല, നിങ്ങൾ ആ പടം ഒന്ന് കണ്ടു നോക്കണം. നല്ല ഇഷ്ടപ്പെടും, എന്തായാലും ഇഷ്ടപ്പെടും. ലാസ്റ്റ് മുതൽ കരഞ്ഞുകൊണ്ടൊക്കെ ഇറങ്ങി വന്ന നല്ല രസമാണ്. നല്ലൊരു ഡീപ്ലി നല്ല അടിപൊളിയായിട്ട് പ്രണയിച്ച് നടക്കുന്ന രണ്ട് കപ്പിൾസ്. ആ പടം കണ്ടാ തോന്നൂല്ലേ? ഇന്നലെ അങ്ങനെ സിനിമയൊക്കെ കണ്ട് കുറെ സെൽഫി ഒക്കെ കാച്ചി അവിടെ ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വന്നിടന്ന് തുടങ്ങിയപ്പം 1 മണിയായി. ദേ രാവിലെ നല്ല മഴ. നമ്മളെ പണി ദേ ഒന്നും ആയിട്ടില്ല. ഇതിങ്ങനെ ഗണപതിയുടെ കല്യാണം പോലെ നീണ്ടു പോവുക കേട്ടോ. അത് ഇട്ടാ മതി. ആരിടും? അപ്പൊ നമ്മുടെ ഇനി ഷീറ്റ് ഇട്ടാ മതി. ഷീറ്റ് നമ്മള് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ്, നാളെയും കൂടി ഒന്ന് തീർക്കുമായിരിക്കും. അപ്പം എന്തായാലും വേണ്ട. എല്ലാരും ചെടിച്ചട്ടി എടുത്ത് ഇവിടെ വെച്ചേക്കും അല്ലേ? മേളില് എല്ലാം അപ്പുറത്തെ വീട്ടിലെ ചെടി. നമ്മളെ ചെടിയല്ല കേട്ടോ, നമ്മളെ ചെടി. ഇത് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഒരു ചെടിയായിട്ട്. ബാക്കിയെല്ലാം പോച്ചേ. പിന്നെ ബൊഗൈൻവില്ല എല്ലാം മഴയത്ത് പിന്നെ കാണത്തില്ല. അതിനി ഉണക്കത്തെ പൂവൊക്കെ വരത്തുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഹംബോട്ടിനെ കുളിപ്പിക്കാൻ വേണ്ടി ഒരു പുതിയ ബാത്റൂം ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്യണം. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ലെറ്റ്സ് ഗോ. അപ്പൊ ബാക്കി വീട്ടിലോട്ട് പോകുന്നതിന്റെ മുന്നായിട്ട് നമ്മുടെയൊക്കെ ഒരു ഹെക്റ്റിക് ലൈഫ് സ്റ്റൈൽ അല്ലേ എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റിനുള്ള ഉറക്കം കിട്ടുന്നില്ല, കറക്റ്റിന് അളവിലുള്ള വെള്ളം കുടിക്കുന്നില്ല, കൂടാതെ ഇടയ്ക്കിടയ്ക്കുള്ള പുറത്തുള്ള സൺ എക്സ്പോഷർ എല്ലാം കൊണ്ട് നമ്മളെ കൂടുതൽ ടയേർഡും നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡള്ളായിട്ട് മാറുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഡൾനെസ് ഒക്കെ മാറ്റേണ്ടത് വളരെ അത്യാവശ്യമല്ലേ? എന്നാലും നമുക്കൊരു വിസിബിളി ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിൻ കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഹിമാലയ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി ഓറഞ്ച് ഫേസ് സിറം. ഈ സിറം ഞാൻ ഇതിന് മുന്നേ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ടാണ് ഞാൻ വീണ്ടും റെക്കമെൻഡ് ചെയ്യുന്നത്. ദ ബ്രാൻഡ് ഐ ട്രസ്റ്റ് ആൻഡ് ഐ ഹാവ് ബീൻ യൂസ്ഡ് ഫോർ ഇയേഴ്സ്. അപ്പൊ ഇത്ര റിസൾട്ട് കിട്ടാൻ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഇതിൽ നമ്മുടെ 5x വൈറ്റമിൻ സിയും അതുപോലെ തന്നെ 10x നിയാസിനാമിഡും പിന്നെ നാച്ചുറൽ ഓറഞ്ച് എക്സ്ട്രാക്ട്സിന്റെ പവറും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ബ്രൈറ്റ്നെസ്സിനെ അൺലോക്ക് ചെയ്യുന്നു. അതും വെറും 3 ഡേയ്സ് ഉണ്ട്. ഇതിന്റെ ലൈറ്റ് വെയിറ്റ് ഫോർമുല കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആവുകയും നമുക്കൊരു വിസിബിളി ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിൻ ലീവ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഈ സെറം എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? ഇതിന്റെ ഒരു 2-3 ഡ്രോപ്സ് എടുത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നല്ലോണം അപ്വേർഡ് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. ഈ ഒരു സെറം നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവുന്നിടം വരെ. എന്നിട്ട് ഒരു മോയ്സ്ചറൈസറോടെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മോയ്സ്ചറൈസർ ലോക്ക് ആയിട്ടിരുന്നോളും. ഇത് ടോയ്സയുടെ യൂസ് ചെയ്യുന്ന നല്ല റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. We can trust that it's unlock our natural brightness of our skin from day 3. അപ്പൊ നമ്മുടെ ഹിമാലയ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി ഓറഞ്ച് ഫേസ് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും അതുപോലെ തന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. കൂടാതെ താഴെ കൊടുത്തേക്കുന്ന ഡിസ്ക്രിപ്ഷനിലൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് വേഗം അടുത്ത പണികളിലോട്ട് പോവാം. രാവിലെ എനിക്ക് ഉടായ്പ സാധനം ഉണ്ടാക്കി തരും. ഇത് എന്ത് സാധനം പണിയത്? അൾട്ടബിൾട്ടായിട്ട് നിന്നെ ഇരിക്കാനാണ് ഞാൻ നിന്റെ അൾട്ടബിൾട്ടായിട്ട് എന്റെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. അൾട്ടബിൾട്ടായിട്ട് ഒന്ന് നിനക്കൊന്നും പറയല്ലേ ഇത്? ഞാൻ അൾട്ടബിൾട്ടായിട്ടാണ്. അവനറിയാം കേട്ടോ, അവന്റെ വീഡിയോ ആണ് ഈ കാണുന്നത്. നോക്കിയേ, സ്വന്തം വീഡിയോ കണ്ടിരുന്ന് ചിരിക്കുന്നു.
ഏട്ടപ്പഴം തിന്ന് തീർന്നോ? നീ കൊണ്ട് ഇക്ലിയാക്കോ, അട്ടനെ ഇക്ലിയാക്കടാ. നിന്നെ കണ്ട് ഇനി ഏൽക്കൂല. വരുന്നു നോക്കട്ടെ, എന്റെ അടുത്ത് വരുന്നു നോക്കട്ടെ. അവിടെ വരെ ഉള്ളൂ, തറയിൽ നീന്തൂല. ആ ഷീറ്റിൽ അവിടെ വരെ ഉള്ളു തറയിൽ. അമ്മൂട്ടെ ഇവിടെ വന്ന അമ്മ എടുക്കാം. വാടാ. ആ തറയിൽ നീന്താൻ പേടിയാണോ? 1-2 വട്ടം തറയിൽ ഇങ്ങനെ മറിഞ്ഞു വീണ് തല ഇടിച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കണോ എന്തോ. അങ്ങനെ തറ മൊത്തം അത് ഇടേണ്ടി വരും. എന്തുവാ കടഞ്ഞൊക്കെ ഇരിക്കുന്ന? എന്തോ നിർബന്ധം? കുളിക്കണം, ഉറങ്ങണം. നമുക്ക് തിന്നു കഴിഞ്ഞ് പൊട്ടിക്കായിരുന്നു. അപ്പൊ ഇന്ന് കഴിക്കാൻ വേണ്ടി ചമ്മന്തി, പുളിക്കറി, പിഴിഞ്ഞു പുളി. ഇതെന്തോടി? മുരിങ്ങയില കറി, മുരിങ്ങയില പരിപ്പ്. അല്ല, മുരിങ്ങിക്ക പരിപ്പ്. ഒന്നേ ഉറക്കടേ. കർക്കിടകത്തിൽ മുരിങ്ങയില തിന്നോടെന്ന് പറയത്തില്ല, ഇത് മുരിങ്ങയ്ക്കാണ്. മുരിങ്ങയ്ക്ക പരിപ്പ് കറി. അങ്ങനെ കൊണ്ടോ? കർക്കിടകത്തിൽ തിന്നൂടാത്ത ആഹാരം എല്ലാരും പറയാൻ വിഷം എന്ന് പറയും. മുരിങ്ങയില കർക്കിടക മാസം തിന്നൂടാന്ന് പറയും. നല്ല രസമുണ്ട്. കറിയാണ് കൊള്ളാം. വലിയവർക്കും കുളിക്കാം. 8ാം മാസത്തിൽ വലിയവരുടെ അച്ഛനും കുളിക്കാം, മോനും കുളിക്കാം. അവന്റെ ഞാൻ കൊടുത്തേക്കാൻ വെട്ടി പോട്ടെ. ഇതിനെന്തോ ടെമ്പറേച്ചറോ കാണിക്കും, വെയിറ്റോ? ഇതിനകത്ത് ചൂടുള്ള ഒഴിക്കൂലേ? ഓ, ചൂടുള്ള ഇല്ലേ? ആ ചൂടിന്റെ ടെമ്പറേച്ചർ ആദ്യം കാണിക്കും. അത് കൊള്ളാം കേട്ടോ. നമ്മൊരു അവ ഇരുന്നോളും, നമ്മള് പിടിച്ചില്ലേലേ. ഇത് എന്തുവാ? കാണട്ടെ ഞങ്ങള്. എന്തുവാ ഇനി പാട്ട് വേണ്ട നിന്നിച്ച്? നീ വലിയ ചെക്കനായി. അമ്പ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവൻ എന്നാലും കാല് പൊക്കി വെച്ചേക്കുന്നത്. കടക്കടാ കടക്കടാ കലിപ്പ്. ഇത് കുറച്ചുകൂടെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ല. അവനല്ലാതെ ഇതിലെങ്കിൽ ഇരിക്കാം. എന്താ പിടിച്ചോ? ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളിതേ സിറ്റ് ഔട്ടിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. 41. വെള്ളത്തിൽ അളിച്ചു വരും കേട്ടോ. ചെറിയ ചൂട് കൂടെ നിക്കഡ് ഇടാട്ടുണ്ടാ പിന്നെ ഞാൻ താഴോട്ടൊന്നും കാണിക്കാട്ടെ. ഇവൻ വലുതാവുമ്പോ ചിലപ്പോ എന്നെ അടയും. എടുത്താ 36 ഇപ്പം കേട്ടോ. മൂത്രത്തിന്റെ ചൂടാ. അവൻ മുള്ളിയാലോ അവ എന്തെങ്കിലും തോന്നിയാസം കാണിച്ച അച്ഛന്റെ മോൻ, അവ എന്തെങ്കിലും നല്ല കാര്യം ചെയ്ത അങ്ങനൊന്നുമില്ല. അച്ഛന്റെ മോൻ തന്നെ. പിന്നെ അവന്റെ സ്നേഹം എന്നോട് അച്ഛന് കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ, അത്രേ ഉള്ളൂ. അത് 60 വെള്ളത്തിക്കളിയുടെ ആ ഒരു ഹരം കിട്ടി കേട്ടോ അവന്. വെള്ളത്തിട്ട് പ്ലീച്ചിന്ന് കളി കിട്ടി കേട്ടോ. ഇനി കുറച്ച് ബോളൊക്കെ ഇട്ട് കൊടുക്ക. ഈ വെള്ളം ഒന്ന് മാറ്റി കളഞ്ഞിട്ട് നോക്കുന്നു. അയ്യേ, ഞങ്ങള് വെള്ളമൊക്കെ മാടിയാകുമ്പോ നല്ല മതി സാറേ കേട്ടോ. അവനും മടുത്തു കേട്ടോ. 1/2 മണിക്കൂർ കൊണ്ട് ഇതിൽ തന്നെ ഇരിക്കുക. നമ്മള് ഇവിടെ ഇരുന്ന് അവനെ കളിപ്പിച്ചോണ്ടിരിക്കുക. രസമുണ്ട്, നല്ല മഴയുണ്ട്. നമുക്ക് അതിൽ ഇറങ്ങാൻ പറ്റാത്തതിന്റെ വിഷമം. ഏട്ടനാണ് ഭയങ്കര വിഷമം. ഭയങ്കര സങ്കടം. ഇപ്പം പുള്ളി ചാടണം. മിസ് ചെയ്യുന്നു. അമ്മ അച്ഛനെ ഇരുത്തോ? അമ്മയെടുത്തല്ലോ. കുളിച്ച് ചുണ്ടടനായല്ലോ. ഇനി നമ്മൾ ഉറങ്ങും കേട്ടോ. നേരെ ശംഖുമുഖത്തേക്ക് വിട്ടു. ഇവിടെ വന്നിട്ടേ ഭയങ്കര ചേഞ്ച്. നമ്മൾ കുറെ നാളെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ചെയറൊക്കെ ഇട്ട്. പിന്നെ ഇവിടെ EV ചാർജിങ് സ്റ്റേഷൻ ഇവിടെ തുടങ്ങി കേട്ടോ. നമ്മൾ അന്ന് വന്നപ്പോ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു.
EV ഒരു തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇനി പെട്രോൾ വണ്ടിയും ഡീസൽ വണ്ടിയൊക്കെ പണ്ട് കാണുന്ന വണ്ടികളെ പോലെ കുറെ വർഷങ്ങൾ കഴിയുമ്പോ അങ്ങനെ ഡൽഹിയിലൊക്കെ ഇപ്പൊ എത്ര 10 കൊല്ലം കൊണ്ട് ഡീസൽ വണ്ടി ഉപയോഗിക്കാൻ പറ്റും. കുറെ ആൾക്കാർ അവിടുത്തെ NOC പെട്രോൾ പമ്പൊക്കെ അടച്ച് ഡൽഹിയിലൊക്കെ. അതേപോലെ ഇനി നാളൊരു സമയത്ത് നമ്മളോട് ഡീസൽ വണ്ടിയാണ്, നാളൊരു സമയത്ത് ഡീസലൊക്കെ നിരോധിച്ചു കഴിഞ്ഞാൽ പെട്ട് EV-ലോട്ട് മാറണം ഗൈസ്. ഫ്യൂച്ചർ EV പൊല്യൂഷൻ ഫ്രീ ആണ്. പിന്നെ നമ്മുടെ പെട്രോൾ പമ്പ് പോലെ പെട്രോൾ പമ്പ് പോലെ എല്ലായിടത്തും ഈ ചാർജിങ് സ്റ്റേഷൻസ് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പബ്ലിക് EV ചാർജിങ് സ്റ്റേഷൻസ്. ഇപ്പൊ നമുക്ക് ഈ ഒരു റേഞ്ച് ആൻസൈറ്റി കാണത്തില്ല. ഇപ്പോഴും ഹൈ റേഞ്ച് ഒക്കെ പോകുമ്പോ നമുക്ക് എത്രയും പേടിയാ, അവിടെ കാറ് കുത്തിയിടാം. പിന്നെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഒരു EV എന്ന് പറയുമ്പോൾ ഈ എല്ലാ കമ്പനിയും 8 വർഷം വാറന്റി പറയുന്നുണ്ട്. 8 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യും എന്നുള്ളതാണ് ഒരു ടെൻഷൻ. അങ്ങനെ പറ്റത്തോളായിരിക്കാം. ബാറ്ററി റീപ്ലേസ് ചെയ്യണമെങ്കിൽ കാറിന്റെ അത്രയും കോസ്റ്റ് വരുമല്ലോ, ഒരു പാതി കോസ്റ്റ് എങ്കിലും വരും ബാറ്ററി. പിന്നെ മെയിൻ്റെനൻസ് ഫ്രീ ആണ്. മെയിൻ്റെനൻസ് ഇല്ല, നമ്മൾ ഓയിൽ ചേഞ്ച് ഇല്ല, വേറെ പിന്നെ ബ്രേക്ക് പാഡ്, ബാക്കി AC ഫിൽറ്റർ അതൊക്കെ മാത്രം മാറിയാൽ മതി. അതിലേട്ട് ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പൊ വെച്ച് കേട്ടോ, വെൽക്കം എന്ന് പറഞ്ഞ് ഇത് വെച്ചിട്ടുണ്ട്. അന്ന് വന്നപ്പോഴൊന്നും ഇതൊന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇവിടെ എന്താ പരിപാടി നടക്കുന്നു തോന്നുന്നു. ഇപ്പം വന്നാലും ഇവിടെ പരിപാടിയാ. അവിൽ മിൽക്ക് വൈറ്റ് സ്ഥലമില്ല, കഴിക്കായിരുന്നു. ഇവിടെ കൊള്ളാം കേട്ടോ. ഇപ്പൊ ഇതിലേക്കൂടെ ഫ്രീ എത്തി നോക്കുന്നേട്ടോ, കളിപ്പാട്ടൊക്കെ നോക്കുന്നു. അപ്പൊ ഇനി അധിക ദൂരം ഇല്ല കേട്ടോ. കൈ ചൂണ്ടാനും വാങ്ങിച്ചു വേണോന്ന് പറയാൻ. പണ്ട് ഇവിടെ വന്നേ ഒരു കെട്ട മീൻ വറുത്തെന്ന് ഓർമ്മ വേണ്ട. എന്തോ ഒരു മീൻ വറുത്തതുണ്ട്. നമ്മളെ വറുത്തെന്ന് പറഞ്ഞ എല്ലാം അങ്ങനെയാന്നല്ല, പക്ഷെ അന്ന് നമ്മള് കഴിച്ചത് കൊള്ളത്തില്ലായിരുന്നു. ഇത് ചെലവായില്ലെങ്കിൽ മേ ബി എടുക്കുമായിരിക്കും. അന്ന് നമ്മൾ അങ്ങനെയൊക്കെ തോന്നി. അന്ന് ഈ രാവിലെ തൊട്ട് മസാല തേച്ച് വെക്കുന്ന മീനല്ലേ, ചെലവായില്ലെന്നുണ്ടെങ്കിൽ ഒരു രാത്രി അത് വെക്കുക. അതുകൊണ്ട് അതാണ് കെട്ടത് അന്ന് കഴിച്ചത്. അന്ന് കഴിച്ചിട്ട് എല്ലാവർക്കും ഒരുമാതിരി ആയിരുന്നു വായില്. നമ്മളെ ട്രെയിനകത്ത് കയറി ഗൈസ്. നടക്കാനേ കാല് വേദന, അമ്മയ്ക്ക് കാല് വേദന, അതുകൊണ്ട് നമ്മളങ്ങ് ട്രെയിനിൽ കയറിയതാ. എക്സ്പീരിയൻസ് ചെയ്തു. ബാക്കിൽ ആളില്ല, നമ്മൾ മാത്രമല്ല ട്രെയിനില്. നമ്മൾ നടക്കത്തെ കമ്പാർട്ട്മെന്റാ. അയ്യോ എല്ലാരും നമ്മളെ നോക്കുന്നു. അതാ നാണക്കേട് ഫീൽ ആവുന്നില്ല. പാട്ട് ഓഫ് ചെയ്ത കാര്യമില്ലെങ്കിൽ പാട്ട് വിട്ടെങ്കിൽ പിന്നെ നോക്കാത്തൊരു നോയിപ്പോഴും. അതുമല്ല ഇത് പെതുക്കെ പോകുന്നത്. ട്രെയിൻ കൊള്ളാം. ട്രെയിൻ പതിയാട്ടോ. എല്ലാവരും വികാര ജീവിയെ പോലെ നോക്കുന്നതേ ഉള്ളൂ. തിരിക്കാനൊരു സ്കില്ല് വേണം അല്ലേ, അതുകൊണ്ടാ വയറ് തട്ടി. ചേട്ടാ ശംഖുമുഖം ബീച്ച് കടലുണ്ടോ ചേട്ടാ? ബീച്ചിലൊക്കെ ഇറങ്ങാറുണ്ട് പണ്ടൊക്കെ, ഇപ്പൊ ഇറങ്ങാനൊന്നും പറ്റത്തില്ല ചേട്ടാ. ഇവിടെ ചേട്ടന്മാരൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട്. പക്ഷെ നല്ല തിരക്കുണ്ടല്ലേ ബീച്ചില്? ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഇവിടെ എനിക്ക് സങ്കടോടെ. നമ്മള് പണ്ട് ബീച്ചിൽ ഇറങ്ങുമായിരുന്നു, ബീച്ചിൽ ഇറങ്ങാൻ പറ്റത്തില്ല, എല്ലാം കടല് കൊണ്ടുപോയി. മൃദുല സാധനം ഉണ്ടാക്കിക്കൊണ്ട് തന്നായിരുന്നു. വീഡിയോ എടുക്കുന്ന ഞാൻ മറന്നുപോയി. വിശപ്പിന്റെ ഇതിലേ കോളിഫ്ലവർ ഫ്രൈ ഞാൻ കുളിച്ച് എഡിറ്റിങ് കൊണ്ടായിരുന്നു, കുറെ കട്ട് ചെയ്ത് വെച്ചു. നമ്മ കഴിക്കുന്ന എല്ലാം അവന് വേണം. എരിയും ചെയ്യും. നമ്മള് ഒരു സിനിമ കണ്ടു തീർന്നു കേട്ടോ, ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്ന പടമല്ലേ, DNA. കാലി പിടിക്കുന്ന എന്തിനാ ഇപ്പൊ കാലിങ്ങനെ സ്വന്തമായിട്ട്. ഇനി 1 മണിയുടെ ഒരു ലോങ് വർക്കൗട്ട് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം അതിന്റെ ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടിട്ട്. ഇല്ല വർക്കൗട്ട് ഉണ്ടല്ലോ, ഇനി ഒരു ലോങ് വർക്കൗട്ട്. ഒരു വർക്കൗട്ട് ഉണ്ടല്ലോ. കുട്ടിമണിയുണ്ടേ നമുക്കിനി റൂമിൽ പോയിട്ട്. കുട്ടിമണിയുണ്ടേ. എന്തിനാ ചമ്മുന്നേ? ഇങ്ങോട്ട് നോക്കിട്ട് പറ. എടാ നൂണ് നിക്കടാ. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വ്ലോഗും. ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഒരു ഉമ്മൻ്റെ ഇടും. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുള്ള വെറൈറ്റികളൊന്നേ. Bye.